ഹായ് ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു. അരി കഴുകിയിടാൻ പോവാണ് കേട്ടോ. ഇവിടെ ഞാൻ റൈസ് കുക്കറിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒന്നും ചോറ് വയ്ക്കാറില്ല. ഇതുപോലെ തന്നെ എന്നും വിറകടുപ്പിൽ തന്നെയാണ് ചോറ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു ചോറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ വൈകിട്ടത്തേക്ക് വരെയുള്ള ചോറാണ് ഇടുന്നത് കേട്ടോ. വൈകുന്നേരം ആകുമ്പം ഇതൊന്ന് ചൂടാക്കി എടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും അങ്ങനെ ആണെങ്കിൽ ചോറ് നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മുട്ടക്കറിയാണ് വെക്കുന്നത്. അതിന് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കാൻ കേട്ടോ. ഇവിടെ 6 പേരുണ്ടേ. അപ്പം 6 മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇനി ഒരു മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടമുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതുകൊണ്ടത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു. ഇതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മെഴുക്കുവരട്ടി. വെള്ളം ചേർക്കാതെ നമ്മൾ മൂടി വെച്ചാണ് വേവിക്കുന്നത്. പിന്നെ കുറച്ച് മോര് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ മോന് മോര് കറി സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു 2 സാധനം ഇവിടെ മിക്കപ്പോഴും കാണും. പിന്നെ ഇതേ മെഴുക്കുവരട്ടിയൊക്കെ ആകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ചുകൂടി ഇനി മൂടി വെച്ച് വേവിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അതിനിടയ്ക്ക് മുട്ടക്കറി വയ്ക്കാനുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പീസ് മീൻ ഇരുന്നു, അത് വറക്കാമെന്നോർത്ത് മസാലയൊക്കെ തേച്ച് വറക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മുട്ടക്കറി റെഡിയായി. നല്ല തിക്ക് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ വറ്റിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചപ്പാത്തിയാണ്, അതുകൂടെ ചുട്ടെടുക്കാം. ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം കുക്കിംഗ് പരിപാടികളൊക്കെ തീരാറാവും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ. താങ്ക്